വന്നല്ലോ. പിന്നെ വിളിയില്ലാതായി, കരുതലില്ലാതായി, സ്നേഹമില്ലാതായി. ഞാൻ ആർക്കും വേണ്ടാത്ത ഒരു വാഴ്ച മക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ മക്കളാ ആദ്യം എന്നെ ആദ്യം പുറത്താക്കിയത്. പുറത്താക്കി അറിയൂ, എന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ കട്ടിലിൽ തന്നെ ഇങ്ങനെ കിടന്ന സമയത്ത് എന്റെ പാപ്പേഴ്സ് ഒന്ന് മാറിത്തരാൻ പോലും എന്റെ മക്കൾക്ക് അവർക്ക് അത് അറപ്പായിരുന്നു. മൂന്ന് ദിവസമാ തൂറി നാറി ഞാൻ ആ കണ്ടിന് ഈച്ചയൊക്കെ പറഞ്ഞെടുത്ത് അവസാനമുണ്ടല്ലോ. അവസാനം ഞാൻ ഇവിടുത്തെ കമ്പനിയിൽ നിന്ന് പോയപ്പോ അതിന് ഗിഫ്റ്റ് തന്നെ എനിക്കൊരു വാച്ച് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സ്നേഹിച്ച് കൈ കിട്ടുന്നതല്ല, എന്റെ സമയങ്ങളൊക്കെ ഇങ്ങനെ നോക്കി തിട്ടപ്പെടുത്തിയ ഒരു വാച്ച്. അത് വിൽക്കേണ്ടി വന്നു. ഞാൻ എന്നെ ഒന്ന് ശുദ്ധിയാക്കിയെടുക്കാൻ ഇത്രയും വയ്യെങ്കിൽ പിന്നെ എന്തിനെങ്ങോട്ടേക്ക് തിരിച്ചു വന്നു? മക്കളെ, പ്രവാസം ഞാൻ വീണ്ടും തുടർന്നതേ ഇവിടുന്ന് കിട്ടുന്ന ഈ സ്നേഹം, ഇവിടുന്ന് കിട്ടുന്ന ഈ കരുതല്, ഇവിടുന്ന് കിട്ടുന്ന ഈ ചികിത്സ. ഇവിടുത്തെ സ്നേഹം സൗജന്യമാ, ഇവിടുത്തെ ചേർത്ത് പിടിക്കൽ സൗജന്യമാ, ഇവിടുത്തെ ചികിത്സ സൗജന്യമാ. എന്നെ ഒരു മനുഷ്യനായി കണ്ടത് ഇവരാ. എന്റെ പ്രവാസി സുഹൃത്തുക്കൾ, എന്റെ അമ്മയുടെ വയറ്റിൽ പറക്കാതെ പോയ എന്റെ സഹോദരങ്ങളാ. അതിനിടയിൽ എന്റെ ഒരു കരുതൽ പോല ഈ അത്തറി കച്ചവടം. പക്ഷേ അത്രയൊക്കെ ആയാലും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. അതും ഈ അവസ്ഥയിൽ എത്ര കാലം തർക്കിക്കൽ തുടരാം? പോണം മക്കളെ, നാട്ടിലേക്ക് പോണം. വെറും കൈ ഇങ്ങനെ ചെല്ലാൻ ഒരിക്കൽ ഞാൻ ചൂടുവെള്ളത്തിൽ വീണവനില്ലേ. നമ്മുടെ ചികിത്സയ്ക്കുള്ള ഒരു കുറച്ച് പണമെങ്കിലും നമ്മൾ കരുതി വെക്കണ്ടേ. അതിനാ തുച്ഛമാണെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനം ഞാൻ എന്റെ മാറോട് ഇങ്ങനെ ചേർത്ത് വെക്കുന്നതേ. അതിനിടയിലുണ്ടല്ലോ, അതിനിടയിൽ ഞാൻ ഈ മണ്ണിൽ വീണ് മയ്യത്തായാലും എനിക്കൊരു സങ്കടവുമില്ല. ഈ മണ്ണിൽ എന്നെ അടക്കിയാലും എനിക്കൊരു സങ്കടവുമില്ല. കാരണം അവിടുള്ള കാലം തന്നെ നോക്കാതെ മയ്യത്തായി അങ്ങനെ കിടക്കുമ്പോ ചുറ്റും വന്നിരുന്ന് വേദനാദികളും ആവലാദികളും പറഞ്ഞ് കരഞ്ഞെന്നെ പരിഹസിച്ച് നാടകം കളിക്കുന്ന ബന്ധുക്കളുണ്ടല്ലോ. അതിലുമൊക്കെ എത്രയോ നല്ലതാ മക്കളെ, അതിലുമൊക്കെ എത്രയോ ഇരട്ടിയാ മക്കളെ ഈ പ്രവാസികളുടെ സ്നേഹമേ, അവരുടെ കരുതലേ. അതാ ഞാൻ ഇങ്ങോട്ട് മടങ്ങിപ്പോകുന്നത്.
ഞാൻ കരുതി എനിക്ക് മാത്രമാണ് പക്ഷെ ഒക്കെ എങ്ങനെ എല്ലാം സഹിച്ചു ഒറ്റപ്പെട്ടികൾ ഒറ്റപ്പെടുത്തിയതൊക്കെ രക്തബന്ധുക്കളാണ്. ഇതിലൊക്കെ സ്നേഹം തന്നത്, ഒന്നും പകരം ചോദിക്കാതെ വാരി വാരി സ്നേഹം തന്നത് മറുനാട്ടിലേക്ക് ഗുണം തുറപ്പുകളാ. മരിക്കും മണ്ണോട് ചേർന്നാലും നന്ദിയുണ്ട് കേട്ടോ, എല്ലാരോടും നന്ദിയുണ്ട്. ഇതൊക്കെ നാടിഷ്ടമല്ല. ആക്ക മക്കളെ നാടിഷ്ടമല്ലാത്തത്. ആക്ക നമ്മുടെ നാട് സ്വർഗമാ, സ്വർഗം. പക്ഷേ ആ ഗേറ്റിനപ്പുറത്താ ചിലർക്ക്. ആ ചിലരിൽ ഒരാളാ ഈ അമീദിക്ക. നമ്മള് ചത്തിങ്ങനെ കിടക്കുമ്പോ ഒരുപാട് തിരക്കുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് അമീദിക്കായെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് ഓടി വരുന്ന എന്റെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരാ എന്റെ ബന്ധുക്കൾ. അവരോടാ എന്റെ ഈ കൂപ്പ് കഴിഞ്ഞു. പിന്നെ ഒരെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ നിന്നുപോയി. ആഹാരത്തിനുള്ളതൊന്നും ആയിട്ടില്ല. ഞാനൊന്ന് പോയിട്ട് വരാൻ കേട്ടോ. അത്ര വേണോ? അത്ര വേണോ? മോനെ ഒന്നുകൂടെ, മോനിപ്പോ ഈ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന ജോലിയില്ലേ, ആ ജോലി സ്വപ്നം കാണുന്ന ആയിരങ്ങളുണ്ട് ഇവിടെ, ആയിരങ്ങൾ. അടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ച് തുടരും മക്കളെ. ഈ വയ്യാതിരുന്നിട്ടും ഞാൻ ഈ അത്ര ഇങ്ങനെ വെച്ച് നടക്കുന്നത് എനിക്കുള്ള കരുതലിന് വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു കരുതൽ വേണം. എങ്കിലേ നമ്മുടെ നാട്ടിലെ മഴയ്ക്ക് സൗന്ദര്യം ഉണ്ടാകും, നമ്മുടെ മണ്ണിന് സൗന്ദര്യം ഉണ്ടാകും, നമ്മുടെ കാറ്റിന് സൗന്ദര്യം ഉണ്ടാകും, നമ്മുടെ കൂടപ്പറമ്പുകളുടെ ബന്ധുക്കളുടെ സ്നേഹത്തിന് ആഴമുണ്ടാകും. അതുകൊണ്ട് കരുതൽ വേണം, സ്നേഹത്തിന്റെ കരുതൽ വേണം, സഹനത്തിന്റെ കരുതൽ വേണം, സമ്പത്തിന്റെ കരുതൽ വേണം. വരട്ടെ. അത്ര വേണോ? അത്ര വേണോ? 5 റിയാലേ അത്ര വേണം. എന്റെ മനസ്സ് തണുപ്പിച്ച അത്ര എനിക്ക് തരാമോ? നിന്റെ മനസ്സ് കുളിപ്പിച്ച, നിന്റെ മനസ്സ് കുളിപ്പിച്ച പ്രവാസം അത് ഇരിക്കുന്ന വേദനകളുടെയും അധികത്തില്ലാതെ ഹൃദയം കടച്ചിരുന്ന പക്ഷേ കനപ്പെട്ട പലതിനപ്പുറത്ത് തന്നെ പോലുള്ള മറ്റൊരാൾക്കോ അല്ലെങ്കിൽ പലർക്കോ വേണ്ടി ഒറ്റയ്ക്കോ ഒന്നിച്ചോ നീട്ടിയേറിയുന്ന താമുണ്ടല്ലോ, അത് തന്നെയാണ് ഏത് പ്രവാസത്തിന്റെയും നേരും ഭാഷയും. രചന ഫൈസൽ അരീക്കാട്ടയിൽ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും: ഹമീദ് പ്രമോദ് വെളിയനാട്, ഷെറിൻ റജാസ് ഇബ്രാഹിം, എഡിറ്റ് ഷമീൽ AJ, വിവരണം ശ്രീകല ജനം, അവതരണം Q മലയാളം.